ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ ഇതാണ് നമ്മളുടെ ടോപ്പിക്കിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും അതിൻ്റെ പ്രോപ്പർട്ടീസും മീനും വേരിയൻസും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയും ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പറയുന്ന ടേമുകളും ഇതൊക്കെ ഇവിടെയാണ് വരുന്നത്. സോ ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫുൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, റാൻഡം വേരിയബിൾ വിച്ച് ക്യാൻ ടേക്സ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഓർ countably infinite number of values is called a discrete random variable. A random variable എന്ന് പറയുന്നത് x ആണ്. random variable x which can take only a finite number of values. Finite number of values ഏതൊക്കെയാ? Finite number of values 0 ഒരു finite number ആണ്, അല്ലെങ്കിൽ 1 2 3 ഞാൻ ഇത്രയും വാല്യൂസ് എടുത്തുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. അല്ലെങ്കിൽ ഞാൻ 5 6 7 8 9 10 ഇത്രയും വാല്യൂസ് ആണ് എടുത്തെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. അപ്പോൾ ഒരു വേരിയബിൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഒരു കുറച്ച് വാല്യൂസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസുകൾ മാത്രമാണ് ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 2 3 4 ഇങ്ങനെയാണ് 4 വാല്യൂസ് ആണ് ചൂസ് ചെയ്യുന്നത് കരുതുക. അങ്ങനെ 4 വാല്യൂസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എന്നാണ്. ഓർ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്കിങ്ങനെ തുടങ്ങാം. 1 2 3 4 5 6 7 8 9 എക്സെട്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് എന്ത് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. സോ എ റാൻഡം വേരിയബിൾ വിച്ച് ക്യാൻ ടേക്സ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസുകൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ്, അതായത് 1 2 3 4 5 6 7 8 ഇങ്ങനെയുള്ള വാല്യൂസുകൾ ചൂസ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു വാല്യൂസുകളിൽ ഫൈനൈറ്റ് വാല്യൂസ് ആണെങ്കിൽ ഇതെല്ലാം ഇപ്പോഴും ഒരു നാച്ചുറൽ നമ്പറുമായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ വാല്യൂസ് എടുക്കുന്നത്. അതുകൊണ്ട് ഡിസ്ക്രീറ്റ് കേസ് എളുപ്പം ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് 1 2 3 4 അങ്ങനെയുള്ള വാല്യൂസ് എടുക്കുക, അല്ലെങ്കിൽ 0 1 2 3 4 5 6 7 8 എടുക്കുക, അല്ലെങ്കിൽ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ ഓഫ് വാല്യൂസ് എടുക്കുക. അങ്ങനെയെങ്കിൽ ആ വേരിയബിൾ അങ്ങനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസോ അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസോ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ക്ലിയർ? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസോ അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ്, അത് ആ ടേം മനസ്സിലാക്കേണ്ട, ഈ എക്സാമ്പിൾ മാത്രം ഓർത്തിരിക്കുക. അത് അങ്ങനെയുള്ള വാല്യൂസുകളാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഇഫ് എക്സ് അസ്യൂംസ് ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഡിസ്ക്രീറ്റ് വാല്യൂസ് മീൻസ് എക്സിന് x1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, x2 എന്ന് കൊടുക്കുന്നു, x3 കൊടുക്കുന്നു, x4 കൊടുക്കുന്നു, എക്സെട്ര. ഫൈനൈറ്റ് ആണെങ്കിൽ xn കൊടുക്കുന്നു, ഫൈനൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് x1 എന്താകാം? ഇവിടെ പറഞ്ഞ 1 ആകാം, x2 എന്താകാം? 2 ആകാം, 3 ആകാം, 4 ആകാം, അങ്ങനെ പല വാല്യൂസുകളാകാം. സോ അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അതാണ് ഡെഫിനിഷൻ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ക്ലിയർ? ഓക്കെ. എക്സ് റാൻഡം വേരിയബിൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ കൗണ്ടബിൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെഫിനിഷൻ. ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. Let x be a discrete random variable which assumes the value x, small x. അപ്പോൾ റാൻഡം വേരിയബിളിൻ്റെ നൊട്ടേഷൻ എപ്പോഴും ക്യാപിറ്റൽ എക്സ് ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അത് അസ്യൂംസ് വാല്യൂസ് എക്സ്. അസ്യൂം വാല്യൂസ് എക്സ് മീൻസ് എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ്. അസ്യൂം വാല്യൂസ് എക്സ് മീൻസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ അസ്യൂം ചെയ്തു. നേരത്തെ നമ്മൾ കോയിൻ ടോസ് ചെയ്തപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്നും എക്സ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞു. ഹെഡ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 1 എന്നും ടെയിൽ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഈ സ്മോൾ എക്സിന് വരാം 1 ആകാം 0 ആകാം, അത് ഏതോ ആയിക്കോട്ടെ നമ്മൾ കൊടുക്കുന്നു. ജനറലൈസ് ചെയ്ത് പറയുകയാണ്. എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അത് സ്മോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ അസ്യൂം ചെയ്തു. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ടേം പറയുകയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ഓഫ് എക്സ്. ഈ അസ്യൂം ചെയ്ത വാല്യൂ വെച്ചിട്ടാണ്, സ്മോൾ എക്സ് വെച്ചിട്ടാണ് എഫ് ഓഫ് എക്സ് പറയുന്നത്. എഫ് ഓഫ് എക്സ് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതായത് ഈ റാൻഡം വേരിയബിൾ ഏത് വാല്യൂ ആണ് അസ്യൂം ചെയ്തത് അതിന്റെ പ്രോബബിലിറ്റി. റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്ത വാല്യൂ ഏതാ? എക്സ് എന്ന് പറയുന്നതാണ് റാൻഡം വേരിയബിൾ. അത് സ്മോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് അസ്യൂം ചെയ്തത്, അതിന്റെ പ്രോബബിലിറ്റി. നോക്കേ, എക്സ് എന്ന് പറയുന്നതാണ് റാൻഡം വേരിയബിൾ. 1 എന്ന് പറയുന്ന വാല്യൂ ആണ് അസ്യൂം ചെയ്തത്. 1 എന്ന് പറയുന്ന വാല്യൂ അസ്യൂം ചെയ്യുന്നതിന്റെ പ്രോബബിലിറ്റി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, 1/2. എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1/2.
എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, 0 എന്ന് പറയുന്ന വാല്യൂ തൊട്ട് മുന്നത്തെ എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്ത് പറയാണ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, 0 എന്ന് പറയുന്ന വാല്യൂ അസ്യൂം ചെയ്തു, അതിന്റെ പ്രോബബിലിറ്റി അതിനെ 1/2. ഓക്കെ, ഇതാണ്. ഇതിനെ f(1) എന്ന് വിളിക്കുക, ഇതിനെ f(0) എന്ന് വിളിക്കാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ f(x) ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന വാല്യൂ അസ്യൂം ചെയ്തതിന്റെ പ്രോബബിലിറ്റി, അതിനെ f(x) എന്ന് വിളിക്കുന്നു. അത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകണം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആകണമെങ്കിൽ, ഡിസ്ക്രീറ്റ് കേസിൽ ഡിസ്ക്രീറ്റ് കേസിൽ പൊതുവേ പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നാണ്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ നമ്മൾ PMF എന്ന് ചുരുക്കി എഴുതാൻ പറ്റും. ഓക്കെ, സാധാരണ രീതിയിൽ റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് ജനറലൈസ് ചെയ്ത് പറയും. പക്ഷേ ഡിസ്ക്രീറ്റ് കേസ് വരുമ്പോൾ അതിനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നേ പറയത്തുള്ളൂ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, കണ്ടിന്യൂസ് കേസിൽ എപ്പോഴും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് പറയാം, അവിടെ നിന്നോട്ടെ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ PDF എന്നും കൂടെ ചേർക്കും, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നും കൂടെ തരുമായിരിക്കും, അത് അറിയില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ അസ്യൂം ചെയ്തു, ആ എക്സ് എന്ന് പറയുന്ന വാല്യൂ അസ്യൂം ചെയ്തതിന്റെ പ്രോബബിലിറ്റിനെ f(x) എന്ന് വിളിച്ചു. അതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആകണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ, അതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആകണമെങ്കിൽ ഈ വാല്യൂസുകളെല്ലാം f(x)ന്റെ വാല്യൂസുകളെല്ലാം നോൺ സീറോ വാല്യൂസ് ആയിരിക്കണം. നോൺ സീറോ അല്ല, പോസിറ്റീവ് വാല്യൂസ്, നോൺ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കണം. ഓൾ വാല്യൂസ് ആർ നോൺ നെഗറ്റീവ് വാല്യൂസ്. നോൺ സീറോ അല്ല, നോൺ നെഗറ്റീവ് വാല്യൂസ്. മിസ്റ്റേക്ക് വന്നതാണ്. നോൺ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കണം. നോൺ നെഗറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു വാല്യൂ f(x)കൾ അതായത് പ്രോബബിലിറ്റി വാല്യൂസുകൾ ഒന്നും നെഗറ്റീവ് വാല്യൂസ് അസ്യൂം ചെയ്യാൻ പാടില്ല. പ്രോബബിലിറ്റിയുടെ വാല്യൂസുകൾ ഒന്നും എന്താ അസ്യൂം ചെയ്യാൻ പാടില്ല? നെഗറ്റീവ് വാല്യൂസ് അസ്യൂം ചെയ്യാൻ പാടില്ല. അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഇല്ല എന്ന് പറയുന്നതിനാണ് നോൺ നെഗറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. f(x)കളുടെ വാല്യൂസ് ഒന്നുകിൽ 0 അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിരിക്കണം. 2, ആ f(x)കളുടെ എത്ര വാല്യൂസുകളുണ്ടോ അതെല്ലാം കൂടെ കൂട്ടിയാൽ, സമ്മേഷൻ ഓവർ f(x) എല്ലാം കൂടെ കൂട്ടിയാൽ, സം എന്ന് പറയുന്നത് ആഡ് ചെയ്യാണ്, സമ്മേഷൻ ഓവർ x f(x) ഈക്വൽ ടു 1. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന f(x)കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷൻസുകളും ഒരു f(x)നെ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു x-നെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ f(x)കളുടെ വാല്യൂസ് എല്ലാം നോൺ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കണം. എല്ലാ f(x)കളും ആഡ് ചെയ്താൽ നിങ്ങളുടെ ആൻസർ എത്ര കിട്ടണം? 1 കിട്ടണം. ഓക്കെ, സോ നമുക്ക് ഒന്ന് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. x ഈക്വൽ ടു 1 ഹെഡ് ആണെങ്കിൽ, നേരത്തെ എക്സാമ്പിൾ ആണ്. x ഈക്വൽ ടു 0 ടെയിൽ ആണെങ്കിൽ, ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട എക്സാമ്പിൾ തന്നെയാണ്. ഇത് നോക്കേ, പ്രോബബിലിറ്റി x ഈക്വൽ ടു 1, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2. പ്രോബബിലിറ്റി x ഈക്വൽ ടു 0, അതും 1/2. ഓക്കെ, ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെ? നമുക്ക് കിട്ടുന്ന ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂസുകളെല്ലാം 0യോ അതിനേക്കാൾ വലുതായിരിക്കണം. നോക്കേ, 1/2 0-നേക്കാൾ വലിയൊരു വാല്യൂ ആണ്. ഇവിടെ 1/2 0-നേക്കാൾ വലിയൊരു വാല്യൂ ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി 2, കിട്ടിയ പ്രോബബിലിറ്റീസിന്റെ എല്ലാ വാല്യൂസുകളും ആഡ് ചെയ്യുമ്പോൾ, സം ചെയ്യുമ്പോൾ, അതായത് 1/2 + 1/2, ഈ കിട്ടിയ ആൻസറുകളെല്ലാം കൂട്ടുമ്പോൾ നിങ്ങളുടെ ആൻസർ എത്ര കിട്ടണം? നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് 1 എന്ന് പറയുന്ന ആൻസർ കിട്ടണം. 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും, കിട്ടിയ ആൻസറുകളെല്ലാം നോൺ നെഗറ്റീവ്സ് ആയിരിക്കണം. സം ചെയ്യുമ്പോൾ 1ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഞാൻ എഴുതി കാണിക്കാം. ഇവിടെ ഞാൻ x എന്ന് വിളിക്കുന്നു, f(x). ഇങ്ങനെയാണ് നമുക്ക് ടേബിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. എങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് പറയും. ഈ എക്സാമ്പിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുകയാണ്. x അസ്യൂം ചെയ്ത വാല്യൂസ് ഏതൊക്കെയാ? 0ഉം 1ഉം ആണെന്ന് കരുതുക. x 0 അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി 0 എന്ന് പറഞ്ഞാൽ ടെയിലാണ് അസ്യൂം ചെയ്യുന്നത്, ടെയിലിനാണ് 0 അസ്യൂം ചെയ്യുന്നത്. കിട്ടിയ പ്രോബബിലിറ്റി 1/2. ഇങ്ങനെ ഒരു ടേബിളിൽ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ പറ്റും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളുകളുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസുകളെ ഇങ്ങനെ ഒരു ടേബിൾ ആക്കി എഴുതാൻ പറ്റും. എക്സ് അസ്യൂം ചെയ്ത വാല്യൂസ് 0ഉം 1ഉം, f(x)ന്റെ വാല്യൂ 1/2. 0 കൊടുക്കുമ്പോൾ 1/2, f(x) 1/2. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എല്ലാ വാല്യൂസുകളും നോൺ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കണം. ആ വാല്യൂസുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്ര കിട്ടണം? 1 കിട്ടണം. ക്ലിയർ?